മാനന്തവാടി മണ്ഡലത്തിലെയും വയനാട് ജില്ലയിൽ ആകെയുമുള്ള വികസന പ്രവർത്തനങ്ങളിൽ കിഫ്ബി പ്രധാന പങ്കാണ് വഹിക്കുന്നത്. മാനന്തവാടിയിലെ പ്രധാന സ്കൂളുകളിൽ ഒന്നായ മാനന്തവാടി GVHSS അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. 5 കോടി രൂപ കിഫ്ബി ഫണ്ടും മന്ത്രി OR കേളുവിന്റെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുമുള്ള 85 ലക്ഷം രൂപയും PTA സമാഹരിച്ച് 2 ലക്ഷവും വിനിയോഗിച്ചാണ് സ്കൂളിൽ ബഹുനില കെട്ടിടം നിർമ്മിച്ചത്. ഹയർ സെക്കൻഡറി ബ്ലോക്ക്, ഹൈസ്കൂൾ ബ്ലോക്ക് എന്നിവ ഉൾപ്പെടെ 3 കെട്ടിടങ്ങൾ ഉൾപ്പെട്ടതാണ് പദ്ധതി. 15 ക്ലാസ് മുറികൾ, ഓഫീസ് റൂം, സ്റ്റാഫ് റൂം, ഡൈനിങ് ഹാൾ, കിച്ചൺ, സ്റ്റോർ റൂം, ടോയ്ലറ്റുകൾ എന്നിവയാണ് പുതുതായി നിർമ്മിച്ചത്. 5 കോടി 87 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ജില്ലയിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 187.24 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കൽപ്പറ്റ NMSM കോളേജിന് 8.43 കോടി, മാനന്തവാടി ഗവൺമെന്റ് പോളിടെക്നിക്കിന് 8.23 കോടി, മലയോര ഹൈവേയുടെ ഭാഗമായ കൊട്ടിയൂർ ബോയ്സ് ടൗൺ റോഡ്, ബോയ്സ് ടൗൺ വാളാട് കുങ്കിച്ചിറ റോഡ്, തലശ്ശേരി ബാവലി റോഡ്, മാനന്തവാടി കൽപ്പറ്റ റോഡ് എന്നിവയുടെ നവീകരണത്തിനായി 114.12 കോടി, കാപ്പിസെറ്റ് പയ്യമ്പള്ളി റോഡ് 43.7 കോടി, തിരുനെല്ലി പഞ്ചായത്തിലെ നിട്ടറ പാലത്തിന് 12.77 കോടി രൂപ എന്നിങ്ങനെയാണ് അനുവദിച്ചത്. കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള നിർദ്ദിഷ്ട മാനന്തവാടി ബോയ്സ് ടൗൺ പാൽച്ചുരം മട്ടന്നൂർ 4-വരിപ്പാത നിർമ്മാണത്തിനാണ് അനുമതിയായത്. പാതയ്ക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കാൻ 964 കോടി രൂപയുടെ കിഫ്ബി ഫണ്ടിന് സർക്കാർ അനുമതി ലഭിച്ചു. ഇതോടെ വയനാട്, കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 4-വരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാകും. മാനന്തവാടി മുതൽ അമ്പായത്തോട് വരെ 2 വരിയും അവിടെ നിന്ന് വിമാനത്താവളം വരെ 4 വരിയിലും പാത നിർമ്മിക്കാനാണ് പദ്ധതി. മലയോര ഹൈവേ പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി മുതൽ ബോയ്സ് ടൗൺ വരെ നിലവിൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ മലയോര ഹൈവേ പ്രവൃത്തിയുടെ ഭാഗമായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 26.6 കോടി രൂപ ചെലവിൽ നിലവിൽപ്പുഴ ചുങ്കക്കുറ്റി റോഡ് നവീകരിക്കുകയാണ്. ഈ റോഡിന്റെ നവീകരണം പൂർത്തിയാകുന്നതോടെ വലിയ ചരക്ക് വാഹനങ്ങൾക്കുൾപ്പെടെ വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിന് ഈ ചുരം പാത ഉപയോഗിക്കാനാകും. മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ കിഫ്ബി, പ്ലാൻ ഫണ്ട് എന്നിവ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ സ്പോർട്സ് കോംപ്ലക്സ്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ഡിജിറ്റൽ തിയേറ്റർ, ORA സ്റ്റുഡിയോ എന്നിവ OR കേളു ഉദ്ഘാടനം ചെയ്തു.